ഓക്കെ, നമുക്ക് തുടങ്ങാം. Yes. ഓക്കെ, എൻ്റെ പേര് ഹൈർനിസ. കോഴിക്കോടാണ് സ്ഥലം. ഞാൻ സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്തിരിക്കുക. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. എന്താണ് മൈൻഡ്ഫുൾനെസ്? അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രസന്റ് മൊമെന്റിൽ നോൺ ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ വളരെ ആസ്വാദനപൂർവ്വം നമ്മളുടെ ആ നിമിഷത്തെ നമ്മൾ ആസ്വദിക്കുകയും അതുപോലെ തന്നെ അതിൽ അവെയർ ആയിരിക്കുകയും ചെയ്യുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരും വീഡിയോ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്യാട്ടോ. ഓക്കെ, നമ്മളുടെ മൈൻഡ്ഫുൾനെസ് കൊണ്ട് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ ലൈഫിലൊരു എന്താണ് ഒരുപാട് റിസൾട്ട് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പല പഠനങ്ങളും പറയുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി പോലത്തെ രോഗങ്ങൾക്ക് മെഡിക്കേഷൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളിൽ വളരെ വലിയ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ അത് ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആ സമയത്ത് ആൾക്ക് എന്താണ് കൂടുതൽ ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ആ നിമിഷത്തിൽ ജീവിക്കാനും ആ നിമിഷത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം മൈൻഡ്ഫുൾ ആയിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇല്ലേ? നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം എടുത്താൽ മതി. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ടാണോ കഴിക്കാറുള്ളത്? ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള കാര്യങ്ങളായാലും പ്രൊഫഷണൽ ലൈഫിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് ചിന്തകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? പലപ്പോഴും അല്ല. അതെ. അപ്പോ നമ്മള് ഒന്ന് അതിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവും, അല്ലേ? നമുക്ക് അതിന്റെ രുചി അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അറിയോ, നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വളരെ മ്യൂട്ടാക്കണേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പല കാര്യങ്ങളിലും നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠനങ്ങളിൽ വലിയ മികവ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വളരെ പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഏതൊരാൾക്കും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്കൊരു ഏതൊരു കാര്യത്തിലും ഫോക്കസ് ഇല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാണോ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക്
ആ പ്രവർത്തനത്തിൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ? യെസ്. അതെ. അപ്പോ നമുക്കൊന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, റെഡി. ഓക്കെ, എല്ലാവരും ഒന്ന് പതുക്കെ കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ കാലുകൾ കൈകളൊക്കെ ഫ്രീ ആയിട്ട് വിടാം. ഓക്കെ, കൈ മലർത്തി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ മടിയിൽ കൈ മലർത്തി വെക്കുക. കാലുകൾ ഇങ്ങനെ കെട്ടുപിണഞ്ഞിരിക്കാതെ കാലുകൾ ഫ്രീ ആയിട്ട് വിടുക. നിങ്ങളുടെ നട്ടെല്ലുകൾ നിവർന്നിരിക്കുക കേട്ടോ. ഓക്കെ, പതുക്കെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം സാധാരണ നിങ്ങൾ എങ്ങനെയാണോ എടുക്കാറുള്ളത് അതുപോലെ തന്നെ എടുക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുവരിക. നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്വാസനാളത്തിലൂടെ ശ്വാസം പോകുന്നതായിട്ടും തിരിച്ചു വരുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നിങ്ങൾ അതിൽ അവെയർ ആയിരിക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരം ചിന്തകള്, പുറത്തു നിന്നുള്ള ശബ്ദങ്ങള്, അല്ലെങ്കിൽ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ അസ്വസ്ഥതകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വരുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കുറച്ച് സമയം അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് താനെ ഇല്ലാതായിക്കോളും. തിരിച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന തണുപ്പ്, ആ തണുപ്പിലേക്ക് ഫോക്കസ് ചെയ്യുക. ശ്വാസം വിടുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ ചൂടിലേക്കും ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസത്തിന്റെ ആഴം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൽ അവെയർ ആയിരിക്കുക. നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലങ്സിലേക്ക്, നിങ്ങളുടെ ബോഡിയിലേക്ക് ശ്വാസം എത്തുന്നതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എത്തുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിൽ അവെയർ ആയിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റും ഇല്ലാതെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുക. ശ്വാസത്തിന്റെ ആഴം അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാത്തിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
നിങ്ങൾ വ്യത്യസ്ത തരം ചിന്തകളിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെയും കൺട്രോൾ ചെയ്യാതെ ആ ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്യുക. എവിടെ നിന്നാണ് ആ ചിന്തകൾ വരുന്നത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ അതിൽ അവെയർ ആയിരിക്കുക. പതിയെ നിങ്ങൾ തിരിച്ചു വരിക. കൺപോളകൾ പതിയെ തുറക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? കുറച്ച് സമയം നമ്മളൊന്ന് നമ്മളുടെ ശ്വാസത്തിലേക്ക് അവെയർ ആയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? നല്ലൊരു കാംനെസ്, ശാന്തത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു ഫ്രഷ് ആയതുപോലെ ഫീൽ ഫ്രഷ്, ചെയ്യും അല്ലേ? യെസ്, അതെ അതെ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് പറയൂ. യെസ് മാം, ഇതുപോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ലൈഫിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്ത തരം മെഡിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ലൈഫിൽ ഒരു ദിവസം ഒരു സമയത്തെങ്കിലും ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഞാൻ മൊത്തം ബ്ലാങ്ക് ആണ്, പറയാറില്ലേ? എനിക്ക് മൊത്തത്തിലൊരു കിളി പറയാ, ഞാൻ എവിടുന്ന് തുടങ്ങണം, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്, എനിക്ക് അറിയുന്നില്ല നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും അതിൽ ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടല്ലേ, നമ്മളുടെ ഫീലിങ്സിൽ, നമ്മളുടെ തോട്ട്സിലൊക്കെ നമ്മൾ അവെയർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു അവസ്ഥ വരുന്നത് അല്ലേ? നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ നമ്മളുടെ തോട്ട്സിൽ, നമ്മളുടെ ഫീലിങ്സിൽ, നമ്മളുടെ ഓരോ പ്രോസസ്സിലും നമ്മൾ അവെയർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് അതിനെ ഓരോന്നിനെയും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുക? ഓരോ കാര്യങ്ങളെയും, നമ്മളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളെയും 1 by 1 ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളെയും നമുക്ക് നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഫോക്കസ്ഡ് ആവുന്ന സമയത്ത്, മൈൻഡ്ഫുൾ ആവുന്ന സമയത്ത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്തായിരിക്കും? നമുക്കതിനെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പൊ നമ്മൾ ഈ കുക്ക് ചെയ്യാണെന്ന് വിചാരിച്ചു, കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ അടുക്കളയിലുള്ള ജോലികളെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഭാരമായിട്ട് പറയാറുണ്ട് അല്ലെ? പല എഴുത്തുകളിലും എല്ലാത്തിലും നമുക്ക് ഭാരമായിട്ടും അതിനെ കൊണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മൈൻഡ്ഫുൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു ഭാരമായിട്ട് അതിനെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ് നമുക്കതൊരു അൺവാണ്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്രയാസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളിലും മൈൻഡ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വളരെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും ഇല്ലേ? ഇപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടാവും? നമ്മളുടെ ബോഡിയിലുള്ള സെൻസേഷൻസ് നമ്മൾ അറിയാൻ വേണ്ടി പറ്റും നമുക്ക് അല്ലേ? നമ്മൾ നടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. നമ്മൾ നടക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിലുള്ള ഓരോ മസിൽസിന്റെയും
അതുപോലെ തന്നെ ഓരോ ജോയിൻസിലും നടക്കുന്ന ഓരോ പ്രോസസ്സുകൾ ഒക്കെ നമുക്ക് എന്താണ് അറിയാൻ വേണ്ടി പറ്റും. അതിൽ അവെയർ ആവുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഓരോ പ്രോസസ്സുകളെ കുറിച്ചും നമ്മൾ അവെയർ ആണെങ്കിൽ, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അവെയർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി പറ്റും, അല്ലെ? നമ്മളുടെ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ലൈഫിൽ എന്താണ് മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലുള്ള അപാരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ ശ്വാസത്തിൽ നിന്നാണ് ആദ്യം അവയർനെസ് തുടങ്ങേണ്ടത്. ശ്വാസത്തിൽ നിന്ന് തുടങ്ങി ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റും. നമ്മളിൽ തന്നെ ഫോക്കസ്ഡ് ആവുന്ന സമയത്ത്, അവെയർ ആവുന്ന സമയത്ത്, മൈൻഡ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റും ഇല്ലാതെ വളരെ കൈൻഡ് ആയിട്ട് ഓരോ നിമിഷത്തെയും, ആ നിമിഷത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിന്നൊക്കെ നമുക്ക് മാറി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും, അല്ലേ? അതുപോലെ തന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് ഓവർ തിങ്കിങ് ആണ് എന്നുള്ള കാര്യം. നമുക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ലൈഫിൽ, ഈ ഒരു മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ പലപ്പോഴും മറന്നു പോകും, അല്ലെ? നമ്മൾക്ക് ആ ഓരോ നിമിഷത്തിലും വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനും അത് ആസ്വദിക്കാനും നമ്മൾ പലപ്പോഴും മറന്നു പോകും. എന്തുകൊണ്ട്? മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലുള്ള പല കാര്യങ്ങളും ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടും നമ്മൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിനെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. നമ്മൾ മൈൻഡ്ഫുൾനെസ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുക, അല്ലെ? അല്ലെ? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അതെ അതെ. അപ്പോ നമ്മള് മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് കൊണ്ടും, അതുപോലെ തന്നെ അതിനോട് കൈൻഡ് അല്ലാതെയാണ് നമ്മൾ അത് പെരുമാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി വരാനുള്ള വേറൊരു കാരണം എന്താണ്? നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളെ ഇന്നതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു ഭയം വരുന്നത്, അല്ലേ? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യത്തിനോട് നമുക്കൊരു ഭയം ഉണ്ടാവോ? അത് വന്നോട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ഭയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കഴിഞ്ഞു പോയ പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലെ എക്സ്പീരിയൻസുകളോ ഒക്കെ നമുക്ക് ഒരു ഖേദമായിട്ടോ വേദനയായിട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി ശരിയാക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ നമ്മളുടെ ലൈഫിൽ? പല കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഒന്നുകൂടിയും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച്. അപ്പോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, അല്ലെ? നേരെ മറിച്ച് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അതൊരു എക്സ്പീരിയൻസ് മാത്രമാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേ അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മൾ അതിനെ ജഡ്ജ്മെന്റ് ചെയ്യാതെ ഈ ഒരു പ്രസന്റ് മൊമെന്റ് ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലെ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ ദിവസവും എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? എത്രമാത്രം അത് നമുക്ക്
പ്രാക്ടിക്കൽ ആവാറുണ്ട് എന്നുള്ളതൊക്കെ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ആർക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനില്ല? നിങ്ങളുടെ ഈ മൊമെന്റിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പറയാം. മുന്നോട്ടേക്ക് ചിന്തിക്കണ്ട, അവരെന്ത് വിചാരിക്കും, എന്റെ പറഞ്ഞത് തെറ്റിപ്പോകുമോ, ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, എങ്ങനെയാണോ സംസാരിക്കാൻ തോന്നുന്നത്, ആ തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. മാം, നമുക്കിപ്പോ എല്ലാ സമയത്തും ഇങ്ങനെ മൈൻഡ്ഫുൾനെസ് ആയിത്തീരാൻ വേണ്ടി പറ്റാറില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും, ബിക്കോസ് നമ്മൾ രാവിലെ ഇപ്പൊ വർക്കിംഗ് വുമൺ ആണെങ്കിൽ കിച്ചണിൽ രാവിലെ ആകെ ഒരു ബഹളം തരും. അപ്പൊ നമുക്കത് കംപ്ലീറ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്ത് ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റാറില്ല, ആഗ്രഹം ഉണ്ടെങ്കിലും. അപ്പോ പിന്നെ അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്താൽ എക്സലന്റ് ആയേക്കാം. പക്ഷെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിലും, പക്ഷെ കുറച്ച് ആ സമയം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ അനുഭവിക്കും നമ്മൾ. ഫുൾ എല്ലാം നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും വളരാൻ പറ്റുന്നില്ല ഈ ഒരു മൈൻഡ്ഫുൾ ഈ ഒരു ഇത്. അപ്പൊ ഇത് നമുക്ക് വളർത്തിയെടുക്കാനൊക്കെ എന്താ വേണ്ടത്? നമ്മൾ മൈൻഡ്ഫുൾനെസ് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഗ്രാജുവലി അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പം ആള് പറഞ്ഞത് കിച്ചണിൽ നമുക്ക് രാവിലെ മൊത്തം ഒരു ഹറിബറി ആയിരിക്കും അല്ലെ. അതിന്റെ ഒരു കാരണം എന്താണ്? നമ്മളുടെ മനസ്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ ഭക്ഷണം സ്കൂളിലേക്ക് പോകുന്ന സമയം ആവുമ്പോഴേക്കും, ബസ് വരുമ്പോഴേക്കും അവരെ മൊത്തത്തിൽ റെഡിയാക്കി വിടണ്ടേ, ഹസ്ബൻഡിനെ വിടണം, നമുക്ക് വർക്കിന് പോകണം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളുടെ മനസ്സിലേക്ക് നമ്മളൊരു ടെൻഷനായിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ഇതെല്ലാം കൂടി ഇന്ന സമയത്തിന്റെ ഉള്ളിൽ തീരില്ല എന്നുള്ള നമ്മളുടെ ഒരു ഭയമാണ് നമുക്ക് മൊത്തം ഒരു ഹറിബറി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെ. അതെ. അപ്പോ നമുക്ക് അതിനെ ആദ്യം തന്നെ പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പെട്ടെന്ന് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗ്രാജുവലി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നമ്മളുടെ ചിന്തകളിൽ നമ്മൾ ഫോക്കസ് കൊണ്ടുവരിക. നമ്മളുടെ ശ്വാസം, നമ്മളുടെ ഓരോ ചലനങ്ങള്, നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്ന സമയത്ത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി നമുക്ക് അതിനെ വളർത്തി എടുക്കാൻ വേണ്ടി പറ്റും. വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കുറച്ച് ഡേയ്സ് ആയിട്ട് മെഡിറ്റേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗിവ്സ്. ഓക്കെ. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഒക്കെ എഴുതുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് തന്നെ, അതായത് നമ്മൾ ഒരാളോട് പെരുമാറുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിലും ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മളുടെ ഉള്ളിലാണ്, നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ആദ്യം റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മൾ വളരെ കൈൻഡ് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുക. നമ്മളുടെ ചിന്തകളെ നമ്മൾ ജഡ്ജ്മെന്റ് അല്ലാതെ, ഒട്ടും ജഡ്ജ് ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബിഹേവിയറിൽ ആ ഒരു മാറ്റം കണ്ടു തുടങ്ങും ഇല്ലേ. നമ്മൾ ഉള്ളിൽ ശാന്തരാണെങ്കിൽ നമ്മൾ പുറത്തും ശാന്തരായിട്ട് തന്നെ വരാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോ ഗ്രാജുവലി നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് അത് ലൈഫിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോ ടോപ്പിക്കുകളും എടുത്ത്, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസിന്റെ ഇന്ന് നമ്മൾ ചെയ്ത മെഡിറ്റേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. അപ്പോൾ അത് വ്യത്യസ്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഓരോ മേഖലകളെ കുറിച്ചും പറഞ്ഞ് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊക്കെ പ്രയോജനപ്പെടുത്തും. നമ്മുടെ ടൈം കഴിയാറായി. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആള് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോരുത്തരും, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു ദിവസം, ഒരു ടൈമില് ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയത്തെങ്കിലും കുറച്ച് സമയം മെഡിറ്റേഷൻ എടുത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഉപകാരമുള്ള ഒരു കാര്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായും മാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. താങ്ക് യു.